ഇനി മൗലവി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. എന്താണത്? സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ആത്മകഥ വായിച്ചുകൊണ്ട് നൗഷാദ് പറയുന്ന ഒരു കളവുണ്ട്, ഒരു കബളിപ്പിക്കലുണ്ട്. അതൊന്ന് കേൾക്കാം. പുസ്തകമാണല്ലോ, ആ പുസ്തകത്തിന്റെ 355 പേജ്. അതിലതാ സമസ്തയിൽ പ്രശ്നം വന്ന സാഹചര്യം വിശദീകരിച്ചുകൊണ്ട് എഴുതുകയാണ്. ഈ സന്ദർഭത്തിൽ വേദനിച്ചാണ് EK അവറുകളും ഞാനും കൂടി ശൈഖുന CM-നെ കണ്ട് കാര്യങ്ങൾ ഉണർത്താൻ പോയത്. എല്ലാം കേട്ട ശേഷം സ്വതസിദ്ധമായ ശൈലിയിൽ അവിടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പറഞ്ഞ ആര് പറഞ്ഞു? മടവൂർ ശൈഖുന പറഞ്ഞു. എന്താ പറഞ്ഞ്? സമസ്ത പിളരില്ല, ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട്, അതോടെ പ്രശ്നം തീരും. നിങ്ങൾ എഴുതി വെച്ചതാണ്, ഞാൻ എന്റെ വകയിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് പറയുമ്പോ EK ഉസ്താദ് ആരാ? സമസ്തയുടെ ജനറൽ സെക്രട്ടറിയാണ്. പിൻവലിക്കുമല്ലേ എനിക്കറിയില്ല, അപ്പൊ എഴുതിയത് ഞാൻ വായിക്കാണ്. വിശദീകരണമൊക്കെ നിങ്ങളാ പറയേണ്ടത്. EK ഉസ്താദ് ജനറൽ സെക്രട്ടറിയാണ് സമസ്തയുടെ. ഇത് പറയുമ്പോ ആ EK ഉസ്താദിനോടാണ് മടവൂർ ശൈഖുന പറയുന്നത് സമസ്ത പിളരില്ല. അപ്പൊ ഏതാ അത് എന്ന് മനസ്സിലായല്ലോ. അപ്പൊ എന്താ നൗഷാദ് പറയുന്നത് അറിയോ? അത് പച്ചയിൽ വ്യഭിചരിക്കുകയാണ് പുസ്തകങ്ങളെ, ഗ്രന്ഥങ്ങളെ. നാണമില്ലാതെ വ്യഭിചാരം നടത്തുകയാണ്. അല്ലാതെ ഇതിനെക്കുറിച്ച് എന്ത് പറയാനാ? നോക്ക് നിങ്ങൾ, മലയാളത്തിൽ ഉസ്താദ് എഴുതിയ പുസ്തകമാണിത്. ഇതിൽ 355 പേജിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പുനഃസംഘടന നടക്കുന്നതെന്നാണ്. 1989 പുനഃസംഘടന നടക്കുന്നത്. എന്നാൽ ഇവിടെ പരാമർശിച്ച ഭാഗം ഏതാണ്? അതൊന്ന് കേൾക്കാദ്യം. പല ഭാഗങ്ങളും കട്ടുവെച്ച് മൂടി ഇദ്ദേഹം പല തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ്. ബാഫഖി തങ്ങളുടെയും PSMA പൂക്കോയത്തങ്ങളുടെയും വേർപാടിന് ശേഷം മുസ്ലിം ലീഗിൽ രൂപപ്പെട്ട സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് 1979 ജൂണിൽ സമസ്ത തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചത്. അപ്പം ഈ സംഭവം 1979 കഥയാണ് പറയുന്നത്. അതിനുശേഷം 10 വർഷം കഴിഞ്ഞിട്ടാണ് സംഘടനയുടെ പുനഃസംഘടന നടക്കുന്നത്. ആ പുനഃസംഘടനയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്ന ദുർവ്യാഖ്യാനമാണ്, കബളിപ്പിക്കലാണ് നൗഷാദ് ചെയ്യുന്നത്. സുന്നത്ത് ജമാഅത്തിനും അതിൻ്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നവരെ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്നതായിരുന്നു തീരുമാനം. ഏതെങ്കിലും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി എടുത്ത സമീപനമായിരുന്നില്ല ഇത്. സുന്നികൾക്കെതിരെ മുജാഹിദ് സംഘടനകൾ കൊണ്ടോട്ടി പുളിക്കൽ മാർച്ചിൽ ഒരു സമ്മേളനം നടത്തി. അതിൽ പ്രസംഗിച്ച അന്നത്തെ യൂണിയൻ ലീഗ് MLA P. സീതി ഹാജി തന്റെ അവസാന തുള്ളി രക്തവും സുന്നികൾക്കെതിരെ ചെലവഴിക്കുമെന്ന് പ്രസംഗിച്ചു. അതിന്റെ തുടർച്ചയെന്നോണം കോഴിക്കോട് ഷാദുലി പള്ളിക്കേസ്, പൂനൂർ ടൗൺ പള്ളി കയ്യേറ്റം തുടങ്ങിയ സംഭവ വികാസങ്ങളിൽ സുന്നികൾക്കെതിരെ ഭരണപക്ഷത്തെ MLA-മാരെ ഉപയോഗപ്പെടുത്തി മുജാഹിദ് സംഘടനകൾ ശക്തമായ നീക്കങ്ങൾ നടത്തി. ഇതിനിടയിൽ പുളിക്കലിൽ സുന്നികളും വിപുലമായ സമ്മേളനം നടത്തി. ആ സമ്മേളനം മുടക്കാനും ചില ശ്രമങ്ങളുണ്ടായി. അവിടെ മുഖ്യപ്രഭാഷണം നടത്തിയ EK അബൂബക്കർ മുസ്ലിയാർ മുജാഹിദുകൾക്ക് ശക്തമായ താക്കീത് നൽകി. സുന്നത്തി ജമാഅത്തിനും അതിൻ്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നവരെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണമെന്ന് EK അവറുകൾ ആഹ്വാനം ചെയ്തു. EKയുടെ ശക്തമായ ആഹ്വാനമായിരുന്നു. അപ്പോൾ 1979 നടക്കുന്നത്. ഇതേ വർഷം ജൂണിൽ ചേർന്ന സമസ്ത മുഷാവറ EKയുടെ നിലപാടിനെ ശരിവെക്കുകയും പുളിക്കലിലെ ആഹ്വാനത്തെ അംഗീകരിച്ചു പ്രമേയം പാസാക്കുകയും ചെയ്തു. അപ്പോൾ സമസ്ത നിലപാട് അംഗീകരിച്ചു, പ്രമേയം പാസാക്കി. സുന്നത്ത് ജമാഅത്തിനും അതിൻ്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്ന ഏത് രാഷ്ട്രീയക്കാരനെയും എതിർത്ത് പരാജയപ്പെടുത്താൻ ആവശ്യമായ യുക്തമായ നടപടികൾ സാന്ദർഭികമായി സ്വീകരിക്കാനും തീരുമാനം. ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കോഴിക്കോട് സമസ്തയും SYS-ഉം സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിൽ EK അബൂബക്കർ മുസ്ലിയാർക്കൊപ്പം ഞാനും പങ്കെടുത്തിരുന്നു. ആര്? ഷെയ്ഖുനയും പങ്കെടുത്തിരുന്നു. എന്നിട്ട് ഉസ്താദ് ഇങ്ങനെ തുടർന്ന് ഏതാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിയ ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് മുഷാവറ നേരത്തെ ഐക്യകണ്ഠേന എടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള സന്ദർഭം വന്നപ്പോൾ തീരുമാനം എടുത്ത ചിലർക്ക് മനമാറ്റം വന്നു. അഥവാ സമസ്തയിലെ തന്നെ ചിലർക്ക് രാഷ്ട്രീയമായ ചില സ്വാധീനങ്ങൾ കാരണം തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു മനംമാറ്റം വന്നു. അഥവാ സമസ്തയിൽ തന്നെ ഉണ്ടായിരുന്ന ചിലർക്ക്.
അവരിൽ ചിലർ യൂണിയൻ ലീഗിന്റെ തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രസംഗിക്കുകയും മുഷാവറ അങ്ങനെ ഒരു തീരുമാനമെടുത്തിട്ടില്ലെന്ന് വരെ പറയുകയും ചെയ്തു. നോക്കണം നിങ്ങൾ, മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ചില മുഷാവറ അംഗങ്ങളായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ഇതാണ് വിഷയം. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇരു മുന്നണികളുടെയും ഭാഗമായ യൂണിയൻ ലീഗുകാരും അഖിലേന്ത്യാ ലീഗുകാരും കോൺഗ്രസും നിർത്തിയ മുജാഹിദ് പ്രവർത്തകർ വ്യാപകമായി തോറ്റിരിക്കുന്നു. മുജാഹിദുകൾ കൂട്ടത്തോടെ തോറ്റു, സുന്നികൾ തോൽപ്പിച്ചു. ഇതോടെ സമസ്തക്കകത്തെ ചേരിതിരിവുകൾ ശക്തമാവുകയും ഒരു പിളർപ്പിന്റെ വക്കുകളിലെത്തുകയും ചെയ്തു എന്ന് 1979 സമസ്തയിൽ തന്നെ ചിലരെ മുജാഹിദുകൾക്ക് അനുകൂലമായ ചില നിലപാടുകൾ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി എടുത്തു. അത് സമസ്തയുടെ തീരുമാനത്തിനെതിരാണ്. അവർ സമസ്തക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രശ്നമുണ്ടാക്കാൻ ശ്രമിച്ചു. അതൊരു പിളർപ്പിലേക്ക് തന്നെ എത്തിപ്പെടുമോ എന്ന ഒരു അവസ്ഥ വന്നു. ഇതോടെ സമസ്തക്കകത്തെ ചേരിതിരിവുകൾ ശക്തമാവുകയും ഒരു പിളർപ്പിന്റെ വക്കുവിൽ എത്തിച്ചേരുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ വേദനിച്ചാണ് ഇ.കെ. അവറുകളും ഞാനും കൂടി ഷെയ്ഖുന CM-നെ കണ്ട് കാര്യങ്ങൾ ഉണർത്താൻ പോയത്. തളിപ്പറമ്പ് ഖുവ്വത്തിലെ ഇ.കെയുടെ ശിഷ്യൻ കൂടിയാണ് ഷെയ്ഖുന CM. എല്ലാം കേട്ട ശേഷം സ്വതസിദ്ധമായ ശൈലിയിൽ അവിടുന്ന് പറഞ്ഞു, സമസ്ത പിളരില്ല, ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട്, അതോടെ പ്രശ്നം തീരും. മനസ്സിലായല്ലോ? അപ്പൊ മുജാഹിദുകൾക്ക് അനുയോജ്യമായി രാഷ്ട്രീയ ലക്ഷ്യത്തോടെ സമസ്തയുടെ തീരുമാനത്തെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്ന ചിലരുണ്ട്. അവർ പുറത്തു പോകുമെന്നാണ് ബഹുമാനപ്പെട്ട ഇ.കെ. ഉസ്താദ് പറഞ്ഞത്. അല്ലാതെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനിവാര്യമായ പുനഃസംഘടനയെക്കുറിച്ചായിരുന്നില്ലത്. പുനഃസംഘടന നടന്നപ്പോൾ അത് നടന്ന അതിനുശേഷം നമ്മുടെ നേതാക്കളോട് ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ സത്യത്തിൻ്റെ മേലിലാണ്, അതിൽ അടിയുറച്ചു നിൽക്കണം, യാതൊരു സംശയവും വേണ്ട എന്നല്ലേ പറഞ്ഞത്? അതെ. അപ്പം അങ്ങനെ ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി തങ്ങൾ വളരെ ശക്തമായിട്ട് പിന്തുണ കൊടുത്തവരാണ് നമ്മുടെ പണ്ഡിതന്മാരെന്ന് ഞാൻ പ്രത്യേകം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഉസ്താദ് അവர்கள் തുടർന്ന് എഴുതുന്നുണ്ട്, 1989 അഥവാ സമസ്തയുടെ അനിവാര്യ പുനഃസംഘടന നടന്ന ആ വർഷം SYS പ്രഖ്യാപിച്ച എറണാകുളം സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് ലീഗ് പ്രസ്താവന ഇറക്കിയിരുന്നു. ആ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഷെയ്ഖുനയെ കാണാൻ വേണ്ടി ഞങ്ങൾ മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിൽ പോയി. അനുജൻ CM സൈനുദ്ദീൻ മുസ്ലിയാർ മരണപ്പെട്ടതിന് ശേഷം 1.5 വർഷത്തിലധികമായി ആരോടും സംസാരിക്കാതെ ആരാധനകൾ മുഴുകിയിരിക്കുകയാണ് ഷെയ്ഖുന. ഇരിക്കുന്ന റൂമിൻ്റെ വാതിലുകൾ അടച്ചിരിക്കുന്നു. എന്നെ കൂടാതെ ആ വേലത്ത് തങ്ങളും പാറന്നൂർ PP മുഹിയുദ്ദീൻ കുട്ടി മുസ്ലിയാറും AK അബ്ദുൽ ഹമീദുമാണ് സംഘത്തിലുണ്ടായിരുന്നത്. നിരാശരായി മടങ്ങേണ്ടി വരുമോ എന്ന് പേടിച്ചു. അപ്പോഴുണ്ട് ഷെയ്ഖുന ഞങ്ങളെ അകത്തേക്ക് വിളിക്കുന്നു. സാധാരണ ലളിതമായി അല്പം ചില വാക്കുകളിൽ കാര്യങ്ങൾ പറഞ്ഞവസാനിപ്പിക്കാറുള്ള ഷെയ്ഖുന ഏതാണ്ട് 1 മണിക്കൂറോളം നിർത്താതെ സംസാരിച്ചു. 1985 ശേഷമുള്ള ഏതെണ്ടെല്ലാ കാര്യങ്ങളും സംഗ്രഹിച്ച് പറഞ്ഞ ഷെയ്ഖുന പ്രശ്നത്തിൻ്റെ കാരണവും പരിഹാരങ്ങളും വിശദീകരിച്ചു തന്നു. സമസ്തയെയും മുസ്ലിം ലീഗിനെയും സംബന്ധിച്ച് സമഗ്രവും സൂക്ഷ്മവുമായ ഒരു വിശകലനമായിരുന്നു അത്. ഒരു മഹാസമ്മേളനത്തിലെ ശ്രോതാക്കളെന്ന പോലെ നിലത്തിരുന്ന് ഞങ്ങൾ ആ വാക്കുകൾ കേട്ടു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പേമാരി പെയ്ത് തീർന്ന അനുഭൂതി. ശേഷം ഞങ്ങളോട് പറഞ്ഞു, സമ്മേളനം വൻ വിജയമാകും, ഒട്ടും പരിഭ്രമിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതുമില്ല, ധീരമായി പ്രവർത്തിച്ചോളൂ. മമ്മൂട്ടി മൂപ്പൻ്റെ വീട്ടിനകത്തെ ഇരുട്ട് നിറഞ്ഞ ആ മുറിയിലെ കൂടിക്കാഴ്ചയിൽ നിന്നാണ് 1989 ശേഷമുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഊർജം ഞാൻ സംഭരിച്ചത്. ബഹുമാനപ്പെട്ട ഉസ്താദുകൾ ബാക്കി കൂടെ പറയുന്നുണ്ട്. ഇതൊക്കെ മൂടി വെച്ചുകൊണ്ട് അത് പിളരില്ല എന്ന ഒരു ഭാഗം മാത്രം എടുത്ത് വായിക്കുകയാണ് മൗലവി. ആരെയാണ് കബളിപ്പിക്കുന്നത് നൗഷാദേ? ഈ പുസ്തകത്തിൻ്റെ കോപ്പികൾ ധാരാളമായി ഞങ്ങളുടെ കയ്യിലുള്ളതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെയും ഇതുപോലുള്ള വിമർശകരുടെയും കയ്യിലായിരിക്കില്ലേ? ഈ കളവ് പറഞ്ഞാൽ അതിന് അൽപായുസ് മാത്രമായിരിക്കുമെന്നത് താങ്കൾക്കറിയില്ലേ നൗഷാദേ? ത്വരീഖത്തിൻ്റെ പേര് പറഞ്ഞ് ഇങ്ങനെ കളവ് പ്രചരിപ്പിക്കാൻ താങ്കളെ ഇത്രമാത്രം മതപ്പതിപ്പിച്ച ഘടകമേതാണ് നൗഷാദേ? ഇത്രമാത്രം താങ്കൾ അതപ്പതിച്ചു പോകാനുള്ള എന്ത് ഗുരുത്തക്കേട് ആരിൽ നിന്നാണ് താങ്കൾ സമ്പാദിച്ചത് എന്ന് ആത്മവിചിന്തനം മരിക്കുന്നതിന് മുമ്പ് നടത്തിയാൽ രക്ഷപ്പെടാമെന്ന് നൗഷാദിനെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്.